ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം സമ്പത്തില്ലാതെ നമുക്കാർക്കും നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നത് വാസ്തവമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ധനികനായ യുവാവിനോട് പറയുന്നത്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുണ്ടാകുമെന്നാണ്. നാം സമ്പന്നരാകുന്നത് ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അബ്രഹാം മുതൽ ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം സമ്പന്നരായിരുന്നു. എല്ലാ രാജാക്കന്മാരും സമ്പന്നരായിരുന്നു. ജോബ് അതിസമ്പന്നനായിരുന്നു എന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, നിയമാവർത്തന പുസ്തകം 8:18 ദൈവം പറയുന്നു, സമ്പത്ത് നേടുവാൻ ഞാനാണ് ശക്തി പകരുന്നത്. ആയതിനാൽ ദൈവം ഒരിക്കലും നാം സമ്പന്നരാകുന്നതിന് എതിരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ എന്തുകൊണ്ട് യേശുനാഥൻ ഈ ധനികനായ യുവാവിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ദൈവം സമ്പത്തിനെതിരായതുകൊണ്ടല്ല, മറിച്ച് ധനത്തോടുള്ള നമ്മുടെ ആകർഷണത്തെ, ധനത്തോടുള്ള നമ്മുടെ ആസക്തിക്കാണ് ദൈവം എതിര് നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൈവം വെറുക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 12:15 യേശുനാഥൻ പറയുന്നത്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുക, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ധന്യമാകുന്നത്. എന്തുകൊണ്ടാണ് യേശുനാഥൻ ധനമോഹത്തെ വെറുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമതായി, ധനത്തോടുള്ള നമ്മുടെ ആസക്തി നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. മത്തായിയുടെ സുവിശേഷം 6:19 യേശുനാഥൻ പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. രണ്ടാമതായി, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്നത് ധനമോഹമാണ്. 1 തിമോത്തിയോസ് 6:10 നാം വായിക്കുന്നു, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. മൂന്നാമതായി, ധനമോഹം നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ധനത്തോടുള്ള ആകർഷണം മൂലം ഒരുവൻ തന്റെ കുടുംബത്തെ ദ്രോഹിക്കുന്നു. അതിനാൽ പ്രിയ സഹോദരരെ, ദൈവം ഒരിക്കലും ധനത്തോട് നാം സമ്പന്നരാകുന്നതിൽ ദൈവത്തിന് എതിർപ്പില്ല, മറിച്ച് ദൈവം സമ്പത്തിനോടുള്ള നമ്മുടെ ആസക്തിയാണ് ദൈവം എതിർക്കുന്നത്. നമ്മുടെ ദൈവം സമ്പന്നനായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുമെന്നത് കൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 പൗലോസ് നമ്മോട് പറയുന്നത്, ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തരും. എന്നാൽ അതേസമയം ദൈവം ധനത്തോടുള്ള ആസക്തി എതിർക്കുന്നു എന്നതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 പറയുന്നത്, എല്ലാ ദ്രവ്യാഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുവിൻ. ആയതിനാൽ പ്രിയ സഹോദരരെ, നാം സമ്പന്നരാകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ് എന്നതുപോലെ തന്നെ നമുക്ക് ധനത്തോടുള്ള ആസക്തിയെ ദൈവം വെറുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കുവാനും, നമ്മുടെ സമ്പത്തിനോടുള്ള ആസക്തി നമുക്കുണ്ടെങ്കിൽ അതുപേക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.